നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കമനീയമായ ദീപാലങ്കാരങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും ആവേശകരമായ എഴുന്നള്ളിപ്പുകളുടെയും പെരുമ കൊണ്ട് ശ്രദ്ധേയമായ പഴഞ്ഞി പള്ളിപ്പെരുന്നാൾ ആഘോഷം വർണ്ണാഭം. മുത്തപ്പന്റെ പെരുന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്ത് അനുഗ്രഹം തേടാനായി പഴഞ്ഞിയിലെത്തിയത് പതിനായിരങ്ങൾ. വെള്ളിയാഴ്ച രാവിലെ ആവേശമാർന്ന ലേലം വിളി നടന്നു. വിവാദങ്ങൾക്കൊടുവിൽ അപകട ഭീഷണി ഉയർത്തിയിരുന്ന കുന്നംകുളം നഗരത്തിലെ കെട്ടിടം പൊളിച്ചുമാറ്റൽ ആരംഭിച്ചു. പഴയ ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ എൽ ഷേപ്പ് കെട്ടിടത്തിനോട് ചേർന്ന കെട്ടിടമാണ് പൊളിച്ചു നീക്കുന്നത്. നടപടി വിഷയത്തിൽ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ. നാലാപ്പാട്ട് നാരായണൻ മേനോൻ സ്മാരക പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിക്ക്. നാലാപ്പാട്ട് നാരായണ മേനോന്റെ 137ാമത് ജന്മദിനാഘോഷവും പുരസ്കാര സമർപ്പണവും ഒക്ടോബർ 7 തിങ്കളാഴ്ച. ചടങ്ങ് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. നൃത്ത സംഗീതോത്സവം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്തു. എലിയങ്ങാട്ട് ചിറയ്ക്ക് പുതുജീവൻ നൽകാൻ കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ മുന്നിട്ടിറങ്ങി. നാട്ടുകാരും പഞ്ചായത്തും കൈകോർത്തതോടെ ചിറയ്ക്ക് ശാപമോക്ഷമാകുന്നു. ത്രിതല പഞ്ചായത്തുകളിൽ നിന്ന് കിട്ടാവുന്ന ഫണ്ട് വിനിയോഗിച്ച് നാടിന് ഉപയോഗപ്രദമായ രീതിയിൽ നവീകരണം നടത്തുമെന്ന് പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ. വാർത്തകൾ വിശദമായി. കമനീയമായ ദീപാലങ്കാരങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും ആവേശകരമായ എഴുന്നള്ളിപ്പുകളുടെയും പെരുമ കൊണ്ട് ശ്രദ്ധേയമായ പഴഞ്ഞി പള്ളിപ്പെരുന്നാൾ ആഘോഷിച്ചു. ബുധൻ വ്യാഴം ദിവസങ്ങളിലായി നടന്ന പെരുന്നാൾ ആഘോഷത്തിൽ 40ഓളം ആഘോഷ കമ്മിറ്റികളാണ് പങ്കെടുത്തത്. യെൽദോമാർ ബസേലിയോസ് ബാവയുടെ 339ാം ഓർമ്മ പെരുന്നാൾ ബുധൻ വ്യാഴം ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. ഡോക്ടർ യൂഹന്നാൻ മാർ ദിയസ്കോറോസ്, ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ്, സക്കറിയ മാർ സേവേറിയോസ് എന്നീ മെത്രാപ്പോലിത്തമാർ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ചു. വന്ധ്യറമ്പാൻ, വൈദിക ശ്രേഷ്ഠർ എന്നിവർ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് സഹകാർമ്മികത്വം വഹിച്ചു. ബുധനാഴ്ച രാവിലെ 7 മണിക്ക് പഴയ പള്ളിയിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നടന്നു. വൈകിട്ട് 6 മണിക്ക് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പഴയ പള്ളിയിൽ നിന്നും ചരിത്ര സ്മരണ പുതുക്കി എത്തിച്ചേർന്ന പദയാത്രയ്ക്ക് സ്വീകരണം നൽകി. വൈകിട്ട് 6:30 മെത്രാപ്പൊലിത്തമാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സന്ധ്യാ നമസ്കാരം, 7:30 കൊടിയും സ്ലീബായുമേന്തി അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം, ശേഷം ശ്ലൈഹിക വാഴ്വും ഉണ്ടായി. പിന്നീട് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ രാത്രി പെരുന്നാൾ ആഘോഷം ആരംഭിച്ചു. വിവിധ പ്രദേശങ്ങളിൽ നാട്ടുപ്രദക്ഷിണം നടത്തി പുലർച്ചെയോടെ സമാപിച്ചു. വ്യാഴാഴ്ച രാവിലെ 6 മണിക്ക് പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, ബെന്യാമിൻ തോമസ് റമ്പാന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പഴയ പള്ളിയിൽ വിശുദ്ധ കുർബാനയും നടന്നു. 7:30 പ്രഭാത നമസ്കാരം, തുടർന്ന് തിരുമേനിമാരുടെ പ്രധാന കാർമ്മികത്വത്തിൽ പഴയ പള്ളിയിൽ വിശുദ്ധ അഞ്ചിന്മേൽ കുർബാനയും ഉണ്ടായി. ഉച്ചയോടെ മേഖലയിലെ ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. ദേശം ചുറ്റി വൈകിട്ട് പള്ളിയിലെത്തി സമാപിച്ചു. തുടർന്ന് കൊടിയും കുരിശും വാദ്യമേളങ്ങളുമായി പ്രദക്ഷിണം ആരംഭിച്ചു. അങ്ങാടി ചുറ്റി നടന്ന പ്രദക്ഷിണത്തിന് ശേഷം ധൂപപ്രാർത്ഥന, ആശീർവാദവും ഉണ്ടായി. തുടർന്ന് പതിനായിരങ്ങൾ പങ്കെടുത്ത പൊതുസദ്യ നടന്നു. വെള്ളിയാഴ്ച രാവിലെ കുർബാന, ചെണ്ടമേളം എന്നിവയ്ക്ക് ശേഷം ആവേശമാർന്ന ലേലം വിളി നടക്കും. ലേലം വിളി സമാപിച്ച് കൊടിയിറക്കുന്നതോടെയാണ് പെരുന്നാളിന് സമാപനം. പള്ളി വികാരി ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൌലോസ്, ട്രസ്റ്റി CJ സന്തോഷ്, സിൻഡോ K ഷീമോൻ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. പെരുന്നാൾ ആഘോഷം CCTV തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. പ്രസക്ത ഭാഗങ്ങൾ പിന്നീട് സംപ്രേഷണം ചെയ്യും. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ബാൻഡ് വാദ്യത്തിൽ സൈഡ് ഡ്രം വായിച്ച് 5 പതിറ്റാണ്ട് പിന്നിടുന്ന വാദ്യകലാകാരനാണ് കൊരട്ടി സ്വദേശി പൈലൻ എന്ന പൌലോസ്. വിവിധ പെരുന്നാൾ ആഘോഷത്തിൽ സജീവ സാന്നിധ്യമായ പൌലോസ് വാദ്യപ്രേമികൾക്കെല്ലാം സുപരിചിതനാണ്. കൊരട്ടി ചിറ്റിനപ്പള്ളി വീട്ടിൽ പൗലോസാണ് ഇമ്പം പകർന്ന ബാൻഡ് സെറ്റിൽ സൈഡ് ഡ്രം കൊട്ടി പെരുന്നാൾ പ്രേമികളുടെ കയ്യടി നേടുന്നത്. മുത്തച്ഛൻ പൈലൻ, പിതാവ് ദേവസ്യ എന്നിവർ ബാൻഡ് വാദ്യ കലാകാരന്മാരായിരുന്നു. ഏറെ ചെറുപ്രായത്തിൽ തന്നെ വാദ്യമേഖലയോട് ഇഷ്ടം തോന്നിയ പൗലോസ് സ്വന്തമായി പരിശീലനം നടത്തിയാണ് മികച്ച ഡ്രം കൊട്ടുന്ന കലാകാരനായത്. വൈവിധ്യമാർന്ന താളത്തിൽ മികവ് തെളിയിച്ചാണ് കഴിഞ്ഞ അരനൂറ്റാണ്ടിനകത്ത് കേരളത്തിലെ ഭൂരിഭാഗം ജില്ലകളിലും പെരുന്നാൾ, പൂരം തുടങ്ങിയ ആഘോഷ പരിപാടികളിൽ സജീവമായത്. നിലവിൽ മേലടൂർ സംഗീത ബാൻഡ് സെറ്റിലാണ് പ്രവർത്തിക്കുന്നത്. സൈഡ് ഡ്രം മാസ്റ്ററായും സജീവമാണ്.
പഴഞ്ഞി പെരുന്നാളിൽ ഓൾഡ് മാർക്കറ്റ് അങ്ങാടി ആഘോഷത്തിനൊപ്പം മേലടൂർ സംഗീത ബാൻഡ് സെറ്റ് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ തീർത്ത വാദ്യവിസ്മയം ആസ്വാദകർക്ക് ആവേശമായി. ഡെയ്സിയാണ് ഭാര്യ. ഡെൻസൺ, ഡനീഷ് എന്നിവർ മക്കളാണ്. CCTV ന്യൂസ് പെരുമ്പിലാവ്. പഴഞ്ഞി പെരുന്നാൾ ആഘോഷങ്ങളിൽ കഴിഞ്ഞ 7.5 പതിറ്റാണ്ടോളം ജനഹൃദയങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന പഴഞ്ഞിക്കാരുടെ സൈമേട്ടൻ ഇല്ലാത്ത ആദ്യത്തെ പെരുന്നാൾ ഉത്സവപ്രേമികൾക്ക് ചെണ്ടവാദ്യത്തിൽ ആവേശതാളത്തിന്റെ ശൂന്യതയായി. പഴഞ്ഞി ചർച്ച് റോഡിൽ ചെറുവത്തൂർ വീട്ടിൽ 74-കാരൻ സൈമേട്ടന്റെ ചിരിയും പ്രായത്തെ മറന്നുള്ള പെരുന്നാളാവേശവും എന്നും പഴഞ്ഞിക്കാർക്ക് മറക്കാൻ കഴിയാത്തതാണ്. ഈ വർഷം പെരുന്നാളിന്റെ മുഖ്യവേദികളിൽ സൈമേട്ടൻ മാഞ്ഞുപോയത് ഗ്രാമത്തിന് വേദനയായി. രോഗബാധിതനായ സൈമേട്ടൻ 2023 ഡിസംബറിലാണ് മരണപ്പെട്ടത്. ചെറുപ്രായം മുതൽ ഉത്സവങ്ങളുടെ താളം ഹൃദയത്തിൽ ചേർത്തുവെച്ചു. വാർദ്ധക്യം വന്നിട്ടും ചെണ്ടവാദ്യത്തിന്റെ ആവേശം പെരുന്നാളിന്റെ കൂടെ വളർന്നു. പെരുന്നാളുകളിൽ ഒരടയാളമായ സൈമേട്ടന്റെ ആവേശം ഗ്രാമത്തിന്റെ ഹൃദയങ്ങളിൽ നിശബ്ദമായിരുന്നില്ല. വാദ്യതാളത്തിൽ ഒന്നാം കാലം മുതൽ അവസാന കാലം വരെ തളരാതെ ജനങ്ങളെ പ്രകമ്പനം കൊള്ളിക്കാൻ സൈമേട്ടന് കഴിയുമായിരുന്നു. അവിവാഹിതനായ സൈമൺ പഴഞ്ഞിയിൽ മാത്രമല്ല ചാലിശ്ശേരി, കുന്നംകുളം തുടങ്ങി സമീപ ജില്ലകളായ മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ പെരുന്നാളുകളിലും നിറസാന്നിധ്യമായിരുന്നു. പെരുന്നാളാഘോഷങ്ങൾ തുടരുമ്പോഴും ഓരോ താളത്തിലും പഴയ ഓർമ്മകൾ മുഴങ്ങുകയാണ്. CCTV ന്യൂസ് പെരുമ്പിലാവ്. വിവാദങ്ങൾക്കൊടുവിൽ അപകട ഭീഷണി ഉയർത്തിയിരുന്ന കുന്നംകുളം നഗരത്തിലെ കെട്ടിടം പൊളിച്ചുമാറ്റൽ ആരംഭിച്ചു. പഴയ ബസ് സ്റ്റാൻഡ് എതിർവശത്തെ എൽ ഷേപ്പ് കെട്ടിടത്തിനോട് ചേർന്ന അപകട ഭീഷണി ഉയർത്തി സ്ഥിതി ചെയ്തിരുന്ന കാലപ്പഴക്കമുള്ള കെട്ടിടമാണ് പൊളിച്ചു നീക്കാൻ ആരംഭിച്ചത്. നഗരസഭയുടെ നേതൃത്വത്തിലാണ് വ്യാഴാഴ്ച രാവിലെ മുതൽ പൊളിക്കൽ ആരംഭിച്ചത്. പലയിടത്തും പഴയ കെട്ടിടങ്ങൾ തകർന്ന് അപകടകഥ തുടർക്കഥയാകുമ്പോഴും നഗരകേന്ദ്രത്തിലെ കാലപ്പഴക്കമുള്ള കെട്ടിടം അപകട ഭീഷണി ഉയർത്തി സ്ഥിതി ചെയ്തിരുന്നത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. കൃത്യമായ രേഖകളും ഉടമസ്ഥതയോ ഇല്ലാതെയാണ് കെട്ടിടം നിന്നിരുന്നത് എന്നും പുറമ്പോക്കിലാണെന്നുമായിരുന്നു വിശദീകരണം. നഗരസഭാ കൌൺസിലിൽ ഉൾപ്പെടെ നിരവധി തവണ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന ആവശ്യങ്ങൾ ഉയർന്നിട്ടും നഗരസഭ പൊളിച്ചു മാറ്റാത്തതും വിവാദമായിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന കൌൺസിൽ യോഗത്തിലും ഇത് സംബന്ധിച്ച് ആക്ഷേപങ്ങളുണ്ടായി. തുടർന്നാണ് നഗരസഭ വ്യാഴാഴ്ച കെട്ടിടം പൊളിച്ചുമാറ്റൽ ആരംഭിച്ചത്. കീരിക്കാടൻ ജോസിനെ അവതരിപ്പിച്ച് സുപരിചിതനായ മലയാള സിനിമയിൽ വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ നടൻ മോഹൻരാജ് അന്തരിച്ചു. ഏറെക്കാലമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ഇയാള് വെള്ളം മാത്രമല്ല, ശുദ്ധ മണ്ടൻ കൂടിയാ. കണ്ടില്ലേ, മഴയില്ലാത്ത സമയത്ത് മഴക്കൊട്ടിട്ട് തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. പാർക്കിൻസൺസ് രോഗബാധിതനായിരുന്നു. ആയുർവേദ ചികിത്സയ്ക്കായി ചെന്നൈയിൽ നിന്ന് 1 വർഷം മുമ്പാണ് തിരുവനന്തപുരത്തെത്തിയത്. സിനിമാ സീരിയൽ താരവും നിർമ്മാതാവുമായ ദിനേശ് പണിക്കരാണ് നടന്റെ മരണവാർത്ത സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചത്. കിരീടം എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രമായ കീരിക്കാടൻ ജോസ് എന്ന പേര് പിൽക്കാലത്ത് മോഹൻരാജിന്റെ സ്വന്തം പേരായി അറിയപ്പെടുകയായിരുന്നു. കസ്റ്റംസിൽ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. 300-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. വില്ലൻ കഥാപാത്രങ്ങളായിരുന്നു മിക്കതും. 1988 പുറത്തിറങ്ങിയ 3-ാം മുറ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ മോഹൻരാജ് നിരവധി സിനിമകളിൽ പ്രതിനായക വേഷങ്ങളിൽ തിളങ്ങി. അർത്ഥം, വ്യൂഹം, രാജവാഴ്ച, മറുപുറം, പുറപ്പാട്, കാസർകോട് കാദർഭായ്, ഉപ്പുകണ്ടം ബ്രദേഴ്സ്, ചെങ്കോൽ, 6-ാം തമ്പുരാൻ, വാഴുന്നൂർ, പത്രം, നരസിംഹം, നരൻ, മായാവി തുടങ്ങി 35ഓളം മലയാള ചിത്രങ്ങളുടെ ഭാഗമായി. 2008 ശേഷം 2 മലയാള ചിത്രങ്ങളിൽ മാത്രമാണ് അഭിനയിച്ചത്. 2015 ചിറകൊടിഞ്ഞ കിനാക്കളിൽ അഭിനയിച്ച മോഹൻരാജ് 2022 മമ്മൂട്ടിയുടെ റോഷാക്കിലും പ്രത്യക്ഷപ്പെട്ടു. റോഷാക്കിൽ ഗ്രേസ് ആന്റണിയുടെ അച്ഛനായ വിശ്വനാഥൻ എന്ന കഥാപാത്രമായിരുന്നു. 9 തമിഴ് ചിത്രങ്ങളുടെയും 31 തെലുങ്ക് ചിത്രങ്ങളുടെയും ഭാഗമായി. അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസറായി മോഹൻരാജ് കോഴിക്കോട് ജോലി ചെയ്യുമ്പോഴാണ് കിരീടം റിലീസ് ചെയ്യുന്നത്. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം കുടുംബത്തോടൊപ്പം ചെന്നൈയിലായിരുന്നു താമസം. ഉഷ ഭാര്യയും ജേഷ്മ, കാവ്യ എന്നിവർ മക്കളുമാണ്. സംസ്കാരം വെള്ളിയാഴ്ച നടക്കും. കൾച്ചറൽ ഡെസ്ക് CCTV. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അധ്യാപകൻ അറസ്റ്റിൽ.
ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് പണിക്ക വീട്ടിൽ മൊയ്തുട്ടി മകൻ മൂസിനെയാണ് പോലീസ് ഇൻസ്പെക്ടർ വി വിമലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പ്രതി ജോലി ചെയ്യുന്ന സ്കൂളിലെ വിദ്യാർത്ഥിയെയാണ് ലൈംഗിക അതിക്രമത്തിനിരയാക്കിയത്. സബ് ഇൻസ്പെക്ടർ പ്രീത ബാബു, സിവിൽ പോലീസ് ഓഫീസർമാരായ രജനീഷ്, അരുൺ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ആൽത്തറ മുല്ലപ്പിള്ളിക്കുന്നിൽ നാഷണൽ ഹൈവേയുടെ പേരിൽ മണ്ണെടുക്കാൻ വന്ന സ്വകാര്യ വാഹനം സമരസമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. സാധാരണ 4 ചക്ര വാഹനങ്ങൾക്ക് മാത്രം സഞ്ചാരയോഗ്യമായ റോഡിൽ 35 ടൺ ലോഡ് എടുക്കാവുന്ന വലിയ വാഹനവുമായാണ് മണ്ണ് മാഫിയക്കാർ എത്തിയത്. വാഹനം വന്ന വഴിയിലെ സർവീസ് വയറുകളും കേബിൾ വയറുകളും എല്ലാം പൊട്ടുന്ന അവസ്ഥയുമുണ്ടായി. വലിയ ജനകീയ പ്രതിഷേധത്തിനൊടുവിൽ വാഹനം തിരികെ പോകാൻ നിർബന്ധിതമായി. ഭാരം കൂടുതലുള്ള വാഹനങ്ങൾ കടന്നുപോകാത്ത വഴിയിലൂടെ അതിക്രമിച്ചു കയറിയ വാഹന ഉടമയ്ക്കെതിരെ കേസെടുക്കണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു. വണ്ടി കിടക്കാൻ പറ്റില്ല. മഹാകവി നാലപ്പാട്ട് നാരായണ മേനോന്റെ 137ാമത് ജന്മദിനാഘോഷവും പുരസ്കാര സമർപ്പണവും ഒക്ടോബർ 7-ന് നടക്കും. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് കുന്നത്തൂർമന ആയുർവേദ ഹെറിറ്റേജ് ഹാളിൽ പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇത്തവണത്തെ നാലപ്പാട്ട് നാരായണ മേനോൻ സ്മാരക പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിക്ക് സമ്മാനിക്കും. സി രാധാകൃഷ്ണൻ, ആശാ മേനോൻ, മോഹൻ ബാബു എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ നിശ്ചയിച്ചത്. ദേശീയ പുരസ്കാരം, വള്ളത്തോൾ അവാർഡ്, വയലാർ അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ശ്രീകുമാരൻ തമ്പിയെ തേടിയെത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന വേദിയിൽ ദക്ഷിണബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് പുരസ്കാര സമർപ്പണം നടത്തും. ഇത്തവണത്തെ അവാർഡിന് അർഹനായിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിയാണ്. അപ്പോൾ ആ അവാർഡ് ദാന ചടങ്ങും അവിടെ നടക്കും. അവാർഡ് കൊടുക്കുന്നത് ബംഗാൾ ഗവർണറായിട്ടുള്ള ശ്രീ ആനന്ദ് ബോസ് അവറുകളാണ്. അദ്ദേഹം ചടങ്ങിനെത്തും. സി രാധാകൃഷ്ണൻ, ആശാ മേനോൻ, മോഹൻ ബാബു എന്നിവരടങ്ങുന്ന ഒരു സമിതിയാണ് ഈ അവാർഡ് നിശ്ചയിക്കുന്നത്. 10,001 രൂപയും പ്രശസ്തിപത്രവും ബലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. നാലപ്പാട് സ്മാരക സമിതി സെക്രട്ടറി P. കൃഷ്ണദാസ് സ്വാഗതം പറയുന്ന ചടങ്ങിൽ നാലപ്പാട് സ്മാരക സമിതി പ്രസിഡന്റ് TP ഉണ്ണി, പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, CC സുരേഷ്, അബ്ദുൾ പുന്നേർകുളം, AK സതീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ TP ഉണ്ണി, അബ്ദുൾ പുന്നേർകുളം, സക്കറിയ കുന്നച്ചൻ വീട്ടിൽ, P. രാമദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, പുന്നേർകുളം. എടപ്പാൾ പൊന്നാനി റോഡിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് 8,90,000 രൂപ തട്ടിയ കേസിൽ ഒരാൾ പിടിയിൽ. പാലക്കാട് തൃത്താല കാക്കാട്ടിരി സ്വദേശി ഷിഹാബിനെയാണ് ചങ്ങരംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ റോബർട്ട് ചിറ്റിലപ്പള്ളിയും സംഘവും അറസ്റ്റ് ചെയ്തത്. എടപ്പാളിലെ സ്വകാര്യ സ്വർണ്ണ പണയമിടപാട് സ്ഥാപനത്തിൽ സ്വർണം പൂശിയ മുക്കുപണ്ടം പണയം വെക്കുകയായിരുന്നു. സ്വർണത്തിൽ സംശയം തോന്നി വിശദ പരിശോധന നടത്തിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത്. മാനേജർ നൽകിയ പരാതിയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. നൃത്ത സംഗീതോത്സവം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്തു. മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ GK ഹരിഹരകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചുമർ ചിത്രാചാര്യൻ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം വയലിൻ വിദ്വാൻ ഗുരുവായൂർ GK രാജാമണിക്ക് സമ്മാനിച്ചു. മലബാർ ദേവസ്വം കമ്മീഷണർ TC ബിജു മുഖ്യാതിഥിയായിരുന്നു. മണ്ണൂർ രാജകുമാരൻ ഉണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് കൌൺസിലർ രേണുക ശങ്കർ, എക്സിക്യൂട്ടീവ് ഓഫീസർ N ഷാജി, ട്രസ്റ്റി ബോർഡ് മെമ്പർ KK ഗോവിന്ദദാസ്, അവാർഡ് നിർണയ കമ്മിറ്റി അംഗം VP ഉണ്ണികൃഷ്ണൻ, PS ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗുരുവായൂർ GK രാജാമണിയുടെ വയലിൻ കച്ചേരി അരങ്ങേറി. കുഴൽമന്നം രാമകൃഷ്ണൻ മൃദംഗം വായിച്ചു. വൈകിട്ട് രമണ ബാലചന്ദ്രന്റെ വീണ കച്ചേരിയും ഉണ്ടായിരുന്നു. പുന്നേർകുളം മന്നലാംകുന്ന് വെട്ടിപ്പുഴയിൽ സൈക്കിളിൽ ഓട്ടോറിക്ഷയിടിച്ച് അപകടം. സൈക്കിൾ യാത്രികന് പരിക്കേറ്റു. എടക്കര മിനി സെന്റർ സ്വദേശി മത്രംകോട്ട് മൊയ്തുവിനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാത്രി മൊയ്തു ജോലി ചെയ്തിരുന്ന അണ്ടത്തോടിലെ സ്ഥാപനം അടച്ച് വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. എടക്കഴിയൂർ വെളിയംകോട് സമാന്തരപാത വെട്ടിപ്പുഴ പള്ളിക്ക് സമീപമായിരുന്നു അപകടം. എടക്കര ഭാഗത്തു നിന്ന് വരികയായിരുന്ന ഓട്ടോറിക്ഷയാണ് ഇടിച്ചത്. ഇടിച്ച ഓട്ടോറിക്ഷ നിർത്താതെ പോയി. പരിക്കേറ്റയാളെ അകലാട് മൂന്നേനി വി കെയർ ആംബുലൻസ് പ്രവർത്തകർ മുതുവട്ടൂരിലെ
സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. ഗുരുവായൂർ ക്രിയേറ്റീവ് കൾച്ചറൽ സെന്ററിന്റെ 877ാമത് പരിപാടി വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. CCC ഗുരുവായൂർ അവതരിപ്പിക്കുന്ന നാടകം സഫറും കിസന്തിഗി അരങ്ങേറും. സാംസ്കാരിക സദസ്സും വിവിധ കലാപരിപാടികളും ഉണ്ടാകും. പുന്നേർകുളം പരൂർ കോൾപ്പടവിൽ സ്ഥാപിച്ച സബ്മേഴ്സിബിൾ പമ്പ് സെറ്റ് നശിപ്പിക്കാൻ ശ്രമം. ഉപ്പുങ്ങൽ കടവത്ത് സ്ഥാപിച്ച പമ്പ് സെറ്റാണ് നശിപ്പിക്കാൻ ശ്രമമുണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. കൃഷിക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനമുണ്ടായത്. പടവ് കമ്മിറ്റി ഭാരവാഹികളുടെ പരാതിയെ തുടർന്ന് വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി. പമ്പ് സെറ്റ് സ്ഥാപിച്ച ബണ്ടിന് മുകളിൽ സാമൂഹ്യവിരുദ്ധർ തമ്പടിക്കുന്നുണ്ടെന്നും രാത്രി സമയങ്ങളിൽ പോലീസ് പട്രോളിംഗ് നടത്തണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. അണ്ടർ-19 ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ഇനാന് പരൂർ PMM സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പുന്നേർകുളം പൌരസമിതി സ്നേഹാദരവ് നൽകും. ഒക്ടോബർ 12 ശനിയാഴ്ച നടക്കുന്ന സ്വീകരണത്തിൽ മന്ത്രിമാർ, MLA-മാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പൌരപ്രമുഖർ, നാട്ടുകാർ എന്നിവർ പങ്കെടുക്കും. വൈകിട്ട് ആൽത്തർ സെന്ററിൽ നിന്ന് തുടങ്ങി ജന്മനാടായ പരൂരിൽ സ്വീകരണ റാലി സമാപിച്ച് ഡ്രീം പാലസ് ഓഡിറ്റോറിയത്തിൽ ആദര സദസ്സ് നടക്കും. ഇനാന്റെ ബൌളിംഗ് മികവിൽ ഓസ്ട്രേലിയക്കെതിരായ അണ്ടർ-19 ചതുർദിന ടെസ്റ്റിൽ ഇന്ത്യ വിജയം നേടിയിരുന്നു. 6 വിക്കറ്റുകളാണ് സ്പിന്നറായ മുഹമ്മദ് ഇനാൻ നേടിയത്. ഗുരുവായൂർ നഗരസഭയിൽ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ സമാപനവും മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. NK അക്ബർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, A സായിനാഥൻ, ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. 52 അംഗൻവാടികൾക്ക് ബയോ ബിന്നുകൾ നൽകി. ഹരിതകർമ്മസേനാംഗങ്ങളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും കലാപരിപാടികൾ അരങ്ങേറി. ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. യുവ എഴുത്തുകാരനായ അമൽ ജോയിയുടെ പൊരുത ദ സ്റ്റോറി ഓഫ് പവർ സിനിമാറ്റിക് നോവലിന്റെ കവർ പേജിന്റെ പ്രകാശനം നടന്നു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മിനി ഓഡിറ്റോറിയത്തിൽ ചേർന്ന ചടങ്ങിൽ കുന്നംകുളം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ K മണികണ്ഠൻ, പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് എന്നിവർ ചേർന്ന് കവർ പേജിന്റെ പ്രകാശനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മികച്ച ജൈവ കർഷകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ M ബാലാജി മുഖ്യാതിഥിയായി. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ സെക്രട്ടറി മിഷ സെബാസ്റ്റ്യൻ, ശ്രീകൃഷ്ണ കോളേജ് NSS പ്രോഗ്രാം ഓഫീസർമാരായ സുരേഷ് നമ്പൂതിരി, ഗായത്രി, പ്രകൃതി സംരക്ഷണ സംഘം യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് NM വിഷ്ണു, ജോജോ, വൈഷ്ണവ് തുടങ്ങിയവർ സംസാരിച്ചു. നോവലിന്റെ സോഷ്യൽ മീഡിയ റിലീസിൽ എഴുത്തുകാരായ നിംന വിജയ്, മോസ് വർഗീസ്, ചലച്ചിത്ര താരങ്ങളായ ഇർഷാദ് അലി, ബിനു തൃക്കാക്കര, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ സാബിർ, ഷിമിൽ, കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത മേജർ KP ജോസഫ്, ചേതന മീഡിയ കോളേജ് ഡയറക്ടർ ഫാദർ ജിജോ തീത്തായ്, ഫെഡറൽ ബാങ്ക് മുൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് KA ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ് കേച്ചേരി. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ ഗുരുവായൂർ സോൺ ദ്വൈവാർഷിക സമ്മേളനം നടന്നു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ GOJ വാഴപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. സോൺ പ്രസിഡന്റ് ഗോപി ചൂണ്ടൽ അധ്യക്ഷത വഹിച്ചു. നടൻ ശിവജി ഗുരുവായൂർ മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന ട്രഷറർ സജീഷ് ഗുരുവായൂർ, ജില്ലാ പ്രസിഡന്റ് ശ്രീനി വെളിയത്ത്, മഹേഷ് തമ്പുരാൻപടി, സുജിത്ത് കൊടുങ്ങല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം താലൂക്ക് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഓഫീസ് ഉദ്ഘാടനം നടന്നു. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ കുന്നംകുളം അർബൻ സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഹെഡ് ഓഫീസ് കെട്ടിടത്തിലേക്കാണ് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഓഫീസ് മാറ്റിയിട്ടുള്ളത്. ഓഫീസിന്റെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. സഹകരണ ബാങ്കുകളും മറ്റ് സഹകരണ സ്ഥാപനങ്ങളും എല്ലാം അടക്കം ഏകദേശം കുന്നംകുളം താലൂക്കിന് കീഴിൽ 40-ലധികം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സുതാര്യമാക്കുന്നതിനും ഈ ഓഫീസ് കുന്നംകുളത്ത് തന്നെ ഈ ആളുകൾക്ക് എത്തിച്ചേരാൻ എളുപ്പമായിട്ടുള്ള കുന്നംകുളം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയായി മാറിയിരിക്കുന്നത് വളരെ എല്ലാവർക്കും സൗകര്യപ്രദമാണ്. അർബൻ സഹകരണ സംഘം ഹെഡ് ഓഫീസിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NC വില്യംസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ജൂബി T കുര്യാക്കോസ് മുഖ്യാതിഥിയായി. തൃശൂർ ഓഡിറ്റ് ജോയിന്റ് ഡയറക്ടർ TK ലളിതാംബിക, കുന്നംകുളം നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, വാർഡ് കൗൺസിലർ മിനി മോൺസി, തലപ്പള്ളി ഓഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ജോജി പോൾ,
പ്രിയദർശിനി ആശുപത്രി സഹകരണ സംഘം പ്രസിഡന്റ് ടി.ബി. രാജീവ്, കുന്നംകുളം അർബൻ സഹകരണ സംഘം പ്രസിഡന്റ് കെ.എ. അസീസ്, കേച്ചേരി ഗുരുഭവനപുരം സഹകരണ സംഘം പ്രസിഡന്റ് പി. മുകേഷ് കുമാർ, കുന്നംകുളം ഹൗസിംഗ് സഹകരണ സംഘം പ്രസിഡന്റ് സി.ജി. രഘുനാഥ് എന്നിവർ സംസാരിച്ചു. യോഗത്തിന് തൃശൂർ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസ് ഡെപ്യൂട്ടി രജിസ്ട്രാർ ടി.കെ. രവീന്ദ്രൻ സ്വാഗതവും കുന്നംകുളം അസിസ്റ്റന്റ് രജിസ്ട്രാർ എൻ.എസ്. ആരാധന നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് കുന്നംകുളം. ഗുരുവായൂർ GUP സ്കൂൾ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് പ്ലാസ്റ്റിക് ബോധവൽക്കരണം നൽകി. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപയോഗിച്ച് പൂന്തോട്ടം ഒരുക്കാനും കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാനുമുള്ള പരിശീലനമാണ് നൽകിയത്. പ്രധാനാധ്യാപിക EK സിന്ധു ഉദ്ഘാടനം ചെയ്തു. അധ്യാപികമാരായ CG ഡേവിസ്, AK അഖില, KJ ശാന്തി, അനധ്യാപകരായ AK നീതു, KK സോഫിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച 4-ാം വാർഡിലെ പടിഞ്ഞാറെ നട റോഡിന്റെ ഉദ്ഘാടനം നടന്നു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ് അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗം PK അസീസ്, ചൊവ്വന്നൂർ ബ്ലോക്ക് ജോയിന്റ് BDO ജുജു ജോർജ്, തൊഴിലുറപ്പ് അക്രഡിറ്റഡ് എഞ്ചിനീയർ VV രേഷ്മ, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ KP ഹരീഷ്, മോഹൻദാസ് എലത്തൂർ എന്നിവർ പങ്കെടുത്തു. തൊഴിലുറപ്പ് തൊഴിലാളികൾ, പരിസര നിവാസികളും ചടങ്ങിൽ സംബന്ധിച്ചു. 2,46,438 രൂപ വകയിരുത്തിയാണ് 73 മീറ്റർ റോഡ് കോൺക്രീറ്റിംഗ് നടത്തിയത്. കൊച്ചന്നൂർ പൂമുഖം സാംസ്കാരിക നിലയം നാടിന് സമർപ്പിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. വായനശാലയുടെ ഉദ്ഘാടനം എഴുത്തുകാരനായ VK ശ്രീരാമനും കോൺഫറൻസ് റൂമിന്റെ ഉദ്ഘാടനം പ്രൊഫസർ സുനിൽ P. ഇളയിടവും നിർവഹിച്ചു. പ്രധാന കവാടത്തിൽ സ്ഥാപിച്ച മഹാത്മജിയുടെ ഛായാചിത്രത്തിന്റെ അനാച്ഛാദനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ നിർവഹിച്ചു. ഒരു മതരാഷ്ട്രമാകാൻ എല്ലാ വഴികളും തുറന്നുകിടന്നിരുന്ന സന്ദർഭത്തിൽ നിന്ന് രാജ്യത്തെ ആധുനികമായ മൂല്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഗാന്ധിയാണെന്ന് മുഖ്യപ്രഭാഷണത്തിൽ സുനിൽ P. ഇളയിടം പറഞ്ഞു. വായനശാലയുടെ ആദ്യ പുസ്തക വിതരണോദ്ഘാടനം വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ നിർവഹിച്ചു. അഷ്റഫ് പേങ്ങാട്ട് ആമുഖ പ്രഭാഷണം നടത്തി. ഉസ്മാൻ പള്ളിക്കരയിൽ, തെക്കുമുറി കുഞ്ഞുമുഹമ്മദ്, ബിജു പള്ളിക്കര, ശ്രീധരൻ മാക്കാലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സിനിമ ഡോക്യുമെന്ററി പ്രദർശനവും ഉണ്ടായിരുന്നു. കൊല്ലാനായി ഒരുങ്ങി നിൽക്കുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പൈശാചികമായ പക കൊണ്ട് പിളർക്കപ്പെട്ട ഒരു രാജ്യത്തിന്റെ നടുവിലാണ് ഗാന്ധി ഒറ്റയ്ക്ക് നിന്ന് അതിനെതിരെ പോരാടിയത്. ഗോപീഷൻ എപ്പോഴും പറയുന്ന ഒരു മനോഹരമായ കൽപ്പനയാണ്. അദ്ദേഹം പറയാറ്, ഒരു രക്തരക്ഷസിന്റെ വായിൽ നിന്ന് ഒരു പിഞ്ചു കുഞ്ഞിനെ രക്ഷിച്ചെടുക്കുന്നത് പോലെ വർഗീയതയുടെ കരാളതയിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷിച്ചെടുക്കുകയായിരുന്നു ഗാന്ധി. വാതിൽപ്പടി ശേഖരണത്തിൽ മികവ് തെളിയിച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം വടക്കേക്കാട് പഞ്ചായത്തിന്. റവന്യൂ മന്ത്രി K. രാജനിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ പുരസ്കാരം ഏറ്റുവാങ്ങി. തൃശൂർ നെന്മണിക്കര പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മാക്കാലിക്കൽ, ഹരിതകർമ്മസേന കൺസോർഷ്യം പ്രസിഡന്റ് ഷീബ സുരേഷ്, ഹരിതകർമ്മസേന കോർഡിനേറ്റർ വിനിത ബിനോജ എന്നിവർ പങ്കെടുത്തു. ജില്ലയിൽ വടക്കേക്കാടിന് പുറമെ 4ഓളം പഞ്ചായത്തുകൾ കൂടി പുരസ്കാരത്തിന് അർഹരായി. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രവും പരിസരവും വൃത്തിയാക്കി ആരോഗ്യ ശൃംഖല തീർത്തു. ശുചിത്വ കേരളം സുസ്ഥിര കേരളം എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിച്ച ആശുപത്രി ശുചീകരണം കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത അധ്യക്ഷയായി. ശ്രീകൃഷ്ണ കോളേജ് NSS ചാർജ് ഓഫീസർ സുരേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ്, VL ബിജു എന്നിവർ സംസാരിച്ചു. ശ്രീകൃഷ്ണ കോളേജ് NCC കേഡറ്റ്സ്, NSS വോളണ്ടിയർമാർ, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ പങ്കെടുത്തവർ ശുചിത്വ പ്രതിജ്ഞാവാചകം ചൊല്ലി. സ്വച്ഛതാ ഹി സേവ പരിപാടിയുടെ സമാപനത്തോടനുബന്ധിച്ചായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. എലിയങ്ങാട്ട് ചിറയ്ക്ക് പുതുജീവൻ നൽകാൻ കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ മുന്നിട്ടിറങ്ങി. ഒപ്പം നാട്ടുകാരും പഞ്ചായത്തും കൈകോർത്തതോടെ ചിറയ്ക്ക് ശാപമോക്ഷമാവുകയാണ്. ത്രിതല പഞ്ചായത്തുകളിൽ നിന്ന് ലഭിക്കാവുന്ന ഫണ്ട് ഉപയോഗിച്ച് നാടിന് ഉപയോഗപ്രദമായ രീതിയിൽ നവീകരണം നടത്തുമെന്ന് പുനേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ വ്യക്തമാക്കി. 2 നൂറ്റാണ്ടിൽ കൂടുതൽ പഴക്കവും കൊച്ചി രാജകുടുംബത്തിന്റെ ശേഷിപ്പും ഒരു നാടിന്റെ ജീവനാഡിയുമായ എലിയങ്ങാട്ട് ചിറയ്ക്ക് പുതുജീവൻ നൽകാനാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തും സംയുക്തമായി മുന്നിട്ടിറങ്ങിയത്.
പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് EK നിഷാറിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ മുഖ്യാതിഥിയായി. അറയ്ക്കൽ ഉമ്മർ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് മെമ്പർമാരായ അനിത, ഗോകുൽ അശോകൻ, ഷംസു, സെക്രട്ടറി ഇൻചാർജ് ശോഭന, ഷാജു ചെറുവത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. 10-11 വാർഡുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ നവീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. വെള്ളം കാണാത്ത രീതിയിൽ മൂടിക്കിടക്കുന്ന പായലുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആകാരത്തിൽ അത്ഭുതം കൂറുന്ന എടുപ്പോടെ ഒട്ടേറെ വിശേഷണങ്ങളോടെ നിലകൊള്ളുന്ന ഒന്നാണ് എലിയങ്ങാട്ട്-ചിറ. 1 ഏക്കർ 42 സെന്റിൽ നിലകൊള്ളുന്ന എലിയങ്ങാട്ട്-ചിറ പഴക്കത്തിന്റെയും പ്രതാപത്തിന്റെയും ജനോപകാരത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുമ്പോഴും ഇത്രയും വലിയ ജലസംഭരണി ഉപയോഗശൂന്യമായി കിടക്കുന്നത് പ്രകൃതി സ്നേഹികൾക്ക് തീരാവേദനയായിരുന്നു. നിറയെ വെള്ളമുണ്ടെങ്കിലും ഒരു തുള്ളി വെള്ളം കാണാനാകാത്ത രീതിയിൽ പായൽ നിറഞ്ഞുകിടക്കുന്ന സ്ഥിതിയായിരുന്നു. ഇതിന് പരിഹാരമുണ്ടാക്കാനുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. CCTV ന്യൂസ്, പുന്നേർകുളം. വയനാട് ദുരിതബാധിതരുടെ കണ്ണീരൊപ്പാനായി ഗുരുവായൂർ ദേവസ്വം പെൻഷനേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,11,111 രൂപ നൽകി. പെൻഷനേഴ്സ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടറി CV വിജയൻ, ഓഡിറ്റർ KP കരുണാകരൻ എന്നിവർ ചേർന്ന് ചെക്ക് കൈമാറി. NK അക്ബർ MLA ഏറ്റുവാങ്ങി. ഗുരുവായൂർ ദേവസ്വം പെൻഷനേഴ്സിന് ആരോഗ്യ ഇൻഷുറൻസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ട്രഷറർ മാധവൻ പൈക്കാട് MLAക്ക് നിവേദനം നൽകി. പ്രസിഡന്റ് B ഹരികൃഷ്ണൻ മേനോൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി M മോഹൻദാസ്, PA അശോക് കുമാർ, R രാജഗോപാൽ, CP ശ്രീധരൻ, KP ഉണ്ണികൃഷ്ണൻ, V ബാലകൃഷ്ണൻ നായർ, MP ശങ്കരനാരായണൻ, K ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങരംകുളം കാണി ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകനും കാണി ഫിലിം സൊസൈറ്റി പ്രസിഡന്റുമായിരുന്ന മംഗലത്തേരി നാരായണൻ നമ്പൂതിരിയുടെ അനുസ്മരണവും ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം മത്സരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങളുടെ പ്രദർശനവും പുരസ്കാര വിതരണവും ഒക്ടോബർ 6 ഞായറാഴ്ച നടക്കും. വൈകുന്നേരം 3-ന് ചങ്ങരംകുളം കാണി സിനിമാ ഹാളിൽ സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. MC രാജനാരായണൻ, രാംദാസ് കടവല്ലൂർ, വാസുദേവൻ അടാട്ട്, മുഹമ്മദ് കുട്ടി, സജിത് MN എന്നിവർ സംസാരിക്കും. ഗുരുവായൂർ നഗരസഭയുടെ നവകേരള ക്യാമ്പയിനിൽ തിരുവെങ്കിടം ബ്രദേഴ്സ് ക്ലബ്ബ് പങ്കാളിയായി. ബ്രദേഴ്സ് ക്ലബ്ബ് അങ്കണത്തിൽ മെഴുകുതിരി തെളിയിച്ച് നല്ല നാളേക്കായി ശുചിത്വ പ്രതിജ്ഞയെടുത്തു. വനിതാ വിഭാഗം സെക്രട്ടറി അഡ്വക്കേറ്റ് ബിന്ദു രഞ്ജിത്ത് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ക്ലബ്ബ് പ്രസിഡന്റ് ബാലൻ ബാറനാട്ട് ശുചിത്വ പരിസര സന്ദേശം നൽകി. സെക്രട്ടറി രവികുമാർ കാഞ്ഞുള്ളി അധ്യക്ഷത വഹിച്ചു. നന്ദകുമാർ നീലാംബരി, മേഴ്സി ജോയ്, ഹിമ അനിൽ, ശ്രീനാരായണൻ മുല്ലപ്പള്ളി, P നാരായണൻ പോറ്റി, ആൻഡോ നീലങ്കാവിൽ, രഘു P മൂത്തേടത്ത്, ജോയ് തോമസ്, മായാദേവി ചീരക്കുഴി, മഞ്ജു രവീന്ദ്രൻ, രാജഗോപാൽ കാക്കശ്ശേരി, രാജീവ് കൂട്ടാല, ധന്യ രാജഗോപാൽ, അനീഷ രഘു എന്നിവർ സംസാരിച്ചു. കുന്നംകുളം തെക്കേപ്പുറം ശ്രീ മാക്കാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഊട്ടുപുര ഓഫീസ്, ശാന്തിമഠം എന്നിവയുടെ നിർമ്മാണ ധനശേഖരണാർത്ഥം നടത്തുന്ന സമ്മാന കൂപ്പണിന്റെ ഉദ്ഘാടനം ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രവി കർണംകോട്ടി നിർവഹിച്ചു. ക്ഷേത്ര മേൽശാന്തി മനീഷ് തെക്കേപ്പുറം ഏറ്റുവാങ്ങി. സെക്രട്ടറി കൃഷ്ണകുമാർ വാഴപ്പുള്ളി, വൈസ് പ്രസിഡന്റ് സുരേഷ് കോതോട്ട്, ജോയിന്റ് സെക്രട്ടറി പ്രദീപ് ആവേൻ, ക്ഷേത്രം ഊരാളൻ സുരേഷ് കുമാർ വടക്കത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ നല്ല കാർഷിക സമ്പ്രദായം 2024-25 പദ്ധതിയുടെ പരിശീലനം നടന്നു. പച്ചക്കറികളിലെയും മറ്റ് വിളകളായ തെങ്ങ്, വാഴ എന്നിവയിലെ കൃഷിരീതികളും വളപ്രയോഗം, കീടരോഗങ്ങളും അവയുടെ പരിഹാരങ്ങളെക്കുറിച്ചും ചുണ്ടൽ കൃഷി ഓഫീസർ P റിജിത്ത് ക്ലാസ് നയിച്ചു. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷകർക്ക് വളപ്പയറും ജൈവ നിയന്ത്രണ ഉപാധികളും വളങ്ങളും വിതരണം ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം PK അസീസ് അധ്യക്ഷനായി. കൃഷി ഓഫീസർ ഗായത്രി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ അജിഷ, അനൂപ് തുടങ്ങിയവർ സംബന്ധിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് എരുമപ്പെട്ടി പഞ്ചായത്ത് ഹരിത കർമ്മസേനയ്ക്ക് നൽകുന്ന ഇലക്ട്രിക് വാഹനത്തിന്റെ കൈമാറ്റം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കൊടുമ്പിൽ മുരളി, സുമന സുഗതൻ, ഷീജ സുരേഷ്, മെമ്പർമാരായ MK ജോസ്, NP അജയൻ, PS സുരേഷ്, KB ബബിത, MC ഐജു എന്നിവർ സംസാരിച്ചു.
പുന്നേർകുളം അണ്ടത്തോട് GMLP സ്കൂൾ കലോത്സവം വർണ്ണാഭമായി. വാർഡ് മെമ്പർ PS അലി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നവാസ് അധ്യക്ഷത വഹിച്ചു. നാടൻപാട്ട് കലാകാരനും അധ്യാപകനുമായ അനീഷ് മാസ്റ്റർ മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപിക റസിയ, സൈഫുന്നിസ, മറ്റ് ഭാരവാഹികളായ ശ്രീനിവാസൻ, നാസർ, മുനീറ റഷീദ്, മുസ്തഫ, മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾക്ക് അധ്യാപകരായ സബിത, മിനി, നിഷ, ലിജി, റംഷി, ഷബ്ന എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ദിശ എക്സ്പോ 2024 വെള്ളിയാഴ്ച തുടക്കമാകും. എക്സ്പോയിൽ മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളും പങ്കെടുക്കും. പ്രിൻസിപ്പൽ GP ശ്രേയസ്, പ്രധാനാധ്യാപിക K ഗിരിജ എന്നിവർ നേതൃത്വം നൽകും. മേളയുടെ മുന്നോടിയായി അധ്യാപകരായ രോഹിണി, ദീപ, അഞ്ജലി എന്നിവർ ഒരുക്കിയ നൃത്തശില്പം ശ്രദ്ധേയമായി. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ DYFI നേതാവും CPIM ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന CU സനൂപിന്റെ 4ാം രക്തസാക്ഷി ദിനാചരണം വെള്ളിയാഴ്ച നടക്കും. രാവിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ പതാക ഉയർത്തലും പുഷ്പാർച്ചനയും പ്രഭാതപേരിയും നടക്കും. രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായുള്ള പ്രകടനം 10 മണിക്ക് ചൂണ്ടൽ സെന്ററിൽ നിന്ന് ആരംഭിക്കും. പുതുശ്ശേരി കോളനിയിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ, DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി KA സൈഫുദ്ദീൻ എന്നിവർ പതാക ഉയർത്തിയ ശേഷം പുഷ്പചക്രം അർപ്പിക്കും. തുടർന്ന് പുതുശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ ചേരുന്ന പൊതുയോഗം DYFI ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, M ബാലാജി, ഉഷ പ്രഭുകുമാർ, ഏരിയ സെക്രട്ടറി MN സത്യൻ, ചൊവ്വന്നൂർ ലോക്കൽ സെക്രട്ടറി A സജി മാസ്റ്റർ തുടങ്ങിയവർ പൊതുയോഗത്തിൽ പങ്കെടുക്കും. DYFI ചൊവ്വന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറിയും CPIM പുതുശ്ശേരി കോളനി ബ്രാഞ്ച് സെക്രട്ടറിയുമായിരിക്കെ 2020 ഒക്ടോബർ 4-നായിരുന്നു കടങ്ങോട് പഞ്ചായത്തിലെ ചിറ്റിലങ്ങാട് വെച്ച് സനൂപ് രാഷ്ട്രീയ എതിരാളികളുടെ കുത്തേറ്റ് മരിച്ചത്. പുതുച്ചേരിയിലെ യുവാക്കൾക്ക് മർദ്ദനമേറ്റ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനും തർക്കം പരിഹരിക്കാനുമായി എത്തിയപ്പോഴാണ് അക്രമികൾ കുത്തിവീഴ്ത്തിയത്. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെയും DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് സനൂപിന്റെ രക്തസാക്ഷി ദിനം ആചരിക്കുന്നത്. CCTV ന്യൂസ്, കേച്ചേരി. അന്തരിച്ച കോൺഗ്രസ് നേതാവ് എരുമപ്പെട്ടി കുന്നത്തേരി താണിക്കൽ ഷാജുവിന്റെ സ്മരണാർത്ഥം യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ മേള സംഘടിപ്പിച്ചു. യുണൈറ്റഡ് സ്പോർട്സ് ഹബ്ബിൽ നടന്ന 5 ടൂർണമെന്റിൽ 16 ടീമുകൾ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മിഥുൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി അധ്യക്ഷനായി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യാതിഥിയായി. കേണൽ ഷിജു താണിക്കൽ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി KR രാധിക, KSU ജില്ലാ സെക്രട്ടറി ഘനശ്യാം, MA ഉസ്മാൻ, NK കബീർ, ചന്ദ്രപ്രകാശ് ഇടമന, യദുകൃഷ്ണ, നജീബ് കൊമ്പത്തേയിൽ, MM നിഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. പോർക്കുളം കുടുംബശ്രീ CDS കുട്ടികൾക്കായി ബാലസഭ ബാലസദസ്സ് നടത്തി. കുട്ടികളുടെ സർഗശേഷിയെയും വൈജ്ഞാനിക പാടവത്തെയും തിരിച്ചറിയുന്നതിന് വിവിധ കലാപരിപാടികളും സംവാദ സദസ്സുമാണ് നടത്തിയത്. വിവിധ ബാലസഭകളിൽ നിന്നായി 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത ബാലസദസ്സ് പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആമിന അധ്യക്ഷയായി. CDS മെമ്പർ സെക്രട്ടറി പരമേശ്വരൻ നമ്പൂതിരി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, CDS ചെയർപേഴ്സൺ ശ്രീജ മണികണ്ഠൻ, പഞ്ചായത്ത് അംഗങ്ങളായ രജനി പ്രേമൻ, വിജിത പ്രജി, സുധന്യ സുനിൽകുമാർ, CDS മെമ്പർമാർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് ദേവീക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഒക്ടോബർ 10 വ്യാഴാഴ്ച വൈകിട്ട് സരസ്വതി പൂജയ്ക്ക് ശേഷമാണ് പുസ്തകങ്ങൾ പൂജയ്ക്ക് വെച്ച് തുടങ്ങുക. തുടർന്ന് നിറമാല ചുറ്റുവിളക്ക്, ദീപാരാധനയും നടക്കും. വെള്ളി ശനി ദിവസങ്ങളിൽ അടച്ചുപൂജയ്ക്ക് സരസ്വതി മണ്ഡപത്തിൽ പ്രത്യേക പൂജയും ഉണ്ടാകും. വൈകിട്ട് നിറമാല ചുറ്റുവിളക്ക്, ദീപാരാധനയ്ക്ക് ശേഷം പ്രസാദ വിതരണം നടത്തും. ഒക്ടോബർ 13 ഞായറാഴ്ച രാവിലെ എഴുത്തിനിരുത്തൽ, കുമാരി പൂജ, ശേഷം പ്രസാദ വിതരണവും ഉണ്ടാകും. ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനാകും. ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് TR ശിവരാമൻ, സെക്രട്ടറി സുജീഷ് ആറുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ മനോജ് പെരുവഴിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകും. ചാവക്കാട് ബ്ലാങ്ങാട് PVM ALP സ്കൂളിൽ ADS 4ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലസദസ്സ് സംഘടിപ്പിച്ചു. 5നും 18നും ഇടയിലുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത ചടങ്ങിൽ ചിത്രരചന, ഗാനാലാപന മത്സരം, മറ്റ് പൊതുചർച്ചകൾ കുട്ടികൾക്കായി സംഘടിപ്പിച്ചു. ബാലസമിതിയുടെ തെരഞ്ഞെടുപ്പിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ് നിർവഹിച്ചു. ADS പ്രസിഡന്റ് നിത വിഷ്ണു, റിസോഴ്സ് പേഴ്സൺ ബേബി വത്സൻ, ADS അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗാന്ധി ജയന്തി ദിനാചരണത്തോടനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടന്നു. വിശദാംശങ്ങളിലേക്ക്.
അക്കിക്കാവ് മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും നടത്തി. അക്കിക്കാവ് സെന്ററിൽ നടന്ന പരിപാടി കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പി പ്രവീൺകുമാർ, പി എം അബ്ബാസ്, കെ രാമകൃഷ്ണൻ നായർ, പി എ രാമകൃഷ്ണൻ, കെ രഞ്ജിത്ത്, വാർഡ് മെമ്പർ രേഖ ജയറാം, എ എം നാസർ ഗീതാഞ്ജലി, വി എം സുനിൽ, അനസ് നാസർ, കെ ജെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. സ്വച്ഛതാ ഹി സേവ 2024 മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റും ലിറ്റിൽ കൈറ്റ്സും സംയുക്തമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. രാവിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സ്കൂൾ പരിസരം ശുചീകരിച്ചു. തുടർന്ന് മനുഷ്യച്ചങ്ങലയും മാലിന്യ വിമുക്ത പ്രതിജ്ഞയും ചൊല്ലി. പ്രധാന അധ്യാപിക ഇൻചാർജ് ഷീന പി ശങ്കർ, ACPO സബിത പ്രഭാകരൻ, അധ്യാപകരായ പത്മനാഭൻ, സന്തോഷ്, രാധാകൃഷ്ണൻ, മനോജ്, ബിജേഷ്, സുമ, ഷക്കീല മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി കുന്നത്തേരി TP ഉണ്ണികൃഷ്ണൻ സ്മാരക പൗർണമി വായനശാലയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനം ആചരിച്ചു. ശുചിത്വ ബോധവൽക്കരണത്തെക്കുറിച്ച് ഗംഗാധരൻ മാസ്റ്റർ ക്ലാസ് എടുത്തു. ഗാന്ധി ഡോക്യുമെന്ററി പ്രദർശനവും നടത്തി. കലാസമിതി പ്രസിഡന്റ് TS സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. വായനശാല സെക്രട്ടറി KK പ്രഭാകരൻ സ്വാഗതവും പ്രസിഡന്റ് KK ദാസൻ നന്ദിയും പറഞ്ഞു. ഗാന്ധി ജയന്തിയുടെ ഭാഗമായി ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSSന്റെ നേതൃത്വത്തിൽ എന്റെ നല്ല നാടും സ്കൂളും ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. NSS കോർഡിനേറ്റർ സുധീഷ് പുത്തൻപുരയിൽ അധ്യക്ഷനായി. മഹാത്മജിയുടെ സന്ദേശം പുതുതലമുറയിൽ എത്തിക്കാനും നാടിനെ ഒന്നിപ്പിക്കാനുമായി ഗാന്ധിജിയുടെ 18 പരിപാടികളിലൊന്നായ പ്രകൃതി ജീവനത്തെപ്പറ്റി പ്രകൃതി ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ഇക്ബാൽ KM ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ക്യാമ്പസ് ശുചീകരണം, ഗാർഡൻ പരിപാലനം, കൃഷി പരിപാലനം, സ്കൂൾ പരിസര പൊതുറോഡ് പരിസര ശുചീകരണം, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രവർത്തനം, സ്കൂൾ ക്യാമ്പസും പരിസരങ്ങളും പരിപൂർണമായും പ്ലാസ്റ്റിക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തി. PTA-യും നാട്ടുകാരും ക്യാമ്പയിൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലീഡർ നന്ദനയുടെ നേതൃത്വത്തിൽ വളണ്ടിയർമാർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ രാവിലെ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ഗാന്ധി പ്രതിമയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിനുകൾ നടത്തുന്നതിന്റെ ഭാഗമായി ബയോബിൻ വിതരണം, ശുചീകരണ യജ്ഞം, 100% വാതിൽപ്പടി ശേഖരണം എന്നിവയുടെ ഉദ്ഘാടനവും ഗാന്ധി ജയന്തി ദിനത്തിൽ നടന്നു. പ്രസ്തുത പരിപാടികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദറിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് വിജേഷ് കുട്ടൻ നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പൊളിയഞ്ഞാലിൽ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ റംല വീരാൻകുട്ടി, VS ശിവാസ്, ഷഹന അലി, ഫാത്തിമത്ത് സിൽജ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവശ്ശേരി, ഹെൽത്ത് ഇൻസ്പെക്ടർ K രാഹുൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ദിരാഭവൻ അണ്ടത്തോടിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതിയും പുഷ്പാർച്ചനയും ഗാന്ധിജി AICC പ്രസിഡന്റ് പദം അലങ്കരിച്ചതിന്റെ 100ാം വാർഷികവും ആചരിച്ചു. അണ്ടത്തോട് സെന്ററിൽ നടന്ന പരിപാടിയിൽ ഇന്ദിരാഭവൻ പ്രവാസി കൂട്ടായ്മ കോർഡിനേറ്റർ CU മുസ്തഫ സ്വാഗതം പറഞ്ഞു. ഇന്ദിരാഭവൻ പ്രസിഡന്റ് ഷാഹിദ് കൊപ്പര അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് NR ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജി അനുസ്മരണ പ്രഭാഷണം നടത്തി. സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനുമായ ഹുസൈൻ അണ്ടത്തോട് പരിപാടിക്ക് ആശംസകൾ നേർന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് V മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു. ഇന്ദിരാഭവൻ വൈസ് പ്രസിഡന്റ് കാസിം പൂക്കാട്ട്, മുഹമ്മദ് അലി വാലിയിൽ, കാസിം തെങ്ങിൽ, അൻവർ ഹസൈനാരകത്ത്, ഫാറൂഖ് TM, റഫീഖ് CM, MK ഷഫീഖ്, CS യാസിർ തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നൂർക്കുളം വെസ്റ്റ് മേഖലയിൽ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും ഗാന്ധി സ്മൃതി സദസ്സും നടത്തി. മന്ദലാംകുന്ന് കിണർ സെന്ററിൽ നടന്ന പരിപാടി DCC സെക്രട്ടറി AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മുൻ മണ്ഡലം പ്രസിഡന്റ് മൂസ ആലത്തയിൽ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ ദേശരക്ഷാ പ്രതിജ്ഞയും എടുത്തു. MK അബൂബക്കർ ഹാജി, AC അഹമ്മദ് കുട്ടി, ഹൈദർ മാമുക്കാസ്, അലി കോലായിൽ, ബക്കർ കൊട്ടിലിങ്ങൽ, PK കോയ, സുലൈമാൻ ഹാജി, K മാമദ്, കബീർ തെങ്ങിൽ, ഫവാസ്, റാഫി മാലിക്കുളം, അമീർ, ഹനീഫ, CT കബീർ തുടങ്ങിയവർ സംബന്ധിച്ചു. കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ ഗാന്ധി ജയന്തി വാരാഘോഷം വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. OSA ചെയർമാൻ KV ഷൈബു അധ്യക്ഷനായി. ഹെഡ് മിസ്ട്രസ് KM ശ്രീജാബായ്, CM ജീന എന്നിവർ സംസാരിച്ചു. തുടർന്ന് രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് സ്കൂൾ പരിസര ശുചീകരണം നടത്തി. വിപണി. കുന്നംകുളത്ത് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ സിയോൺ സ്ക്വയറിലാണ്
ഇസാഫ് കുന്നംകുളം ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മലങ്കര ഓർത്തഡോക്സ് സിറിയൻ സഭ കുന്നംകുളം ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് നിർവഹിച്ചു. ഇസാഫ് സ്മാൾ ഫിനാൻസ് ബാങ്ക് മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ കെ പോൾ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിന്റെ ഉദ്ഘാടനം കുന്നംകുളം കൌൺസിലർ ലബീബ് ഹസൻ നിർവഹിച്ചു. ക്യാഷ് കൌണ്ടറിന്റെ ഉദ്ഘാടനം കുന്നംകുളം മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ പി സാക്സൺ നിർവഹിച്ചു. ചടങ്ങിൽ ബ്രാഞ്ച് മാനേജർ കെ എസ് ഷാലി, ക്ലസ്റ്റർ ഹെഡ് സ്മിത രാമചന്ദ്രൻ, ബ്രാഞ്ച് ബാങ്കിംഗ് ഹെഡ് രജീഷ് കളപ്പുരയിൽ, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ബിസിനസ് സുദേവ് കുമാർ വി, ഏരിയ സെയിൽസ് മാനേജർ പി ജെ ജെയിംസ് എന്നിവർ പങ്കെടുത്തു. സേവിംഗ് അക്കൗണ്ടിലും FDയിലും ഉയർന്ന പലിശ നിരക്കാണ് ഇസാഫ് നൽകുന്നത്. NRI സർവീസ്, ലോക്കർ ഫെസിലിറ്റി, ഗോൾഡ് ലോൺ തുടങ്ങി എല്ലാവിധ ലോണുകളും ലഭ്യമാണ്. കറന്റ് അക്കൗണ്ടിൽ QR കോഡും സൗണ്ട് ബോക്സ് സൗകര്യവും നൽകുന്നു. ഇസാഫ് ബാങ്ക് ATM പരിധികളില്ലാതെ ഉപയോഗിക്കാം. ഇസാഫ് സ്മാൾ ഫിനാൻസ് ബാങ്ക്, സിയോൺ സ്ക്വയർ, ഗുരുവായൂർ റോഡ്, കുന്നംകുളം. വർഗീയ രാഷ്ട്രീയത്തിന് കേരളത്തിൽ അന്ത്യം കുറിക്കേണ്ട സമയമായെന്ന് സോഷ്യലിസ്റ്റ് ജനതാദൾ സംഘടിപ്പിച്ച മധ്യമേഖലാ സമ്മേളനം പ്രഖ്യാപിച്ചു. തൃശൂർ സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് VV രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജനതാദൾ സംസ്ഥാന സെക്രട്ടറി ജനറൽ VT രമ അധ്യക്ഷത വഹിച്ചു. പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വേലായുധൻ ശ്രീനന്ദനം മുഖ്യപ്രഭാഷണം നടത്തി. പാർട്ടി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഉണ്ണി, സോഷ്യലിസ്റ്റ് ലോയേഴ്സ് സെന്റർ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷംസുദ്ദീൻ, പാർട്ടി ജില്ലാ പ്രസിഡന്റുമാരായ MD രാജീവ്, ശ്രീനിവാസൻ കുറുപ്പത്ത്, NT സുരേഷ് കുമാർ, G സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7070 രൂപ, പവന് 56,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 98 രൂപ. ചരമം കുന്നംകുളം കൊങ്ങണ്ണൂർ കരുമത്തിൽ കാർത്തിയേനിയമ്മ നിര്യാതയായി. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ കാരമിൽ രാമുനായർ ഭർത്താവാണ്. പ്രേമകുമാരി, വിജയകുമാരി, പരേതനായ മണികണ്ഠൻ, അജിത എന്നിവർ മക്കളാണ്. കാളാനിയിൽ താമസിക്കുന്ന കറുപ്പം വീട്ടിൽ ഇബ്രാഹിം നിര്യാതനായി. 73 വയസ്സായിരുന്നു. ഖബറടക്കം പുതുമനശ്ശേരി മഹല്ല് ഖബർസ്ഥാനിൽ നടത്തി. പുതുമനശ്ശേരി മഹല്ല് കമ്മിറ്റി മുൻ വൈസ് പ്രസിഡന്റായിരുന്നു പരേതൻ. ഫാത്തിമ ഭാര്യയാണ്. താഹിർ, സിറാജ് എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി മങ്ങാട് കരുവാത്ത് നാരായണൻ ഭാര്യ ചന്ദ്രിക നിര്യാതയായി. 79 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. മനോജ്, മഹേഷ് എന്നിവർ മക്കളാണ്. ആർത്താറ്റ് ചീരംകുളം റോഡിൽ താമസിക്കുന്ന തയ്യൽ ശ്രീരാമൻ മകൻ ബാബു നിര്യാതനായി. 52 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11-ന് കോട്ടപ്പടി ക്രിമിറ്റോറിയത്തിൽ നടക്കും. പ്രീത ഭാര്യയാണ്. അപർണ, ഐശ്വര്യ എന്നിവർ മക്കളാണ്. ചാലിശ്ശേരി കിഴക്കേ പട്ടിശ്ശേരി താമസിക്കുന്ന പൈങ്കുണ്ണിപ്പറമ്പിൽ പരേതനായ ഭരതൻ ഭാര്യ പാലഞ്ചേരി ജാനകി നിര്യാതയായി. 75 വയസ്സായിരുന്നു. സിന്ധു, ബിന്ദു, പരേതനായ ഗണേശൻ, വിനീത എന്നിവർ മക്കളാണ്. സംസ്കാരം ഷൊർണൂർ ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കമനീയമായ ദീപാലങ്കാരങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും ആവേശകരമായ എഴുന്നള്ളിപ്പുകളുടെയും പെരുമ കൊണ്ട് ശ്രദ്ധേയമായ പഴഞ്ഞി പള്ളിപ്പെരുന്നാൾ ആഘോഷം വർണ്ണാഭം. മുത്തപ്പന്റെ പെരുന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്ത് അനുഗ്രഹം തേടാനായി പഴഞ്ഞിയിലെത്തിയത് പതിനായിരങ്ങൾ. വെള്ളിയാഴ്ച രാവിലെ ആവേശമാർന്ന ലേലം വിളി നടന്നു. വിവാദങ്ങൾക്കൊടുവിൽ അപകട ഭീഷണി ഉയർത്തിയിരുന്ന കുന്നംകുളം നഗരത്തിലെ കെട്ടിടം പൊളിച്ചുമാറ്റൽ ആരംഭിച്ചു. പഴയ ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ എൽ ഷേപ്പ് കെട്ടിടത്തിനോട് ചേർന്ന കെട്ടിടമാണ് പൊളിച്ചു നീക്കുന്നത്. നടപടി വിഷയത്തിൽ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ. നാലാപ്പാട്ട് നാരായണൻ മേനോൻ സ്മാരക പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിക്ക്. നാലാപ്പാട്ട് നാരായണ മേനോന്റെ 137ാമത് ജന്മദിനാഘോഷവും പുരസ്കാര സമർപ്പണവും ഒക്ടോബർ 7 തിങ്കളാഴ്ച. ചടങ്ങ് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ.
ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. നൃത്ത സംഗീതോത്സവം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്തു. എലിയങ്ങാട്ട് ചിറയ്ക്ക് പുതുജീവൻ നൽകാൻ കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ മുന്നിട്ടിറങ്ങി. നാട്ടുകാരും പഞ്ചായത്തും കൈകോർത്തതോടെ ചിറയ്ക്ക് ശാപമോക്ഷമാകുന്നു. ത്രിതല പഞ്ചായത്തുകളിൽ നിന്ന് കിട്ടാവുന്ന ഫണ്ട് വിനിയോഗിച്ച് നാടിന് ഉപയോഗപ്രദമായ രീതിയിൽ നവീകരണം നടത്തുമെന്ന് പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.